നമസ്കാരം. വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, നമ്മുടെ ഈ സീപ്ലെയിൻ കഴിഞ്ഞ ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനൊക്കെ ഒരു കുളിർമ തോന്നിയ ഒരു ലോഞ്ചിങ്ങും ഒക്കെ ആയിരുന്നു മറ്റേ സീപ്ലെയിൻ്റെ. കാരണം എനിക്ക് തോന്നുന്നു വിനോദസഞ്ചാര മേഖലയ്ക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇത്. 2013 ശരിക്ക് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഇതിന് തുടക്കം കുറിച്ചത് എങ്കിലും ഇപ്പോഴാണ് ശരിക്കും ഇത് പ്രാവർത്തികമായിട്ടുള്ളത്. അതിൽ ബഹുമാനനായ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. കാരണം വളരെ മനോഹരമായിട്ട് തന്നെ ആ പ്രൊജക്റ്റിനെ വീണ്ടും റീലോഞ്ച് ചെയ്യിപ്പിക്കുകയും അത് കേരളത്തിലെ ടൂറിസം ഡിവിഷന് തന്നെ വളരെ വലിയ ഒരു മുതൽക്കൂട്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും, ഏതൊരു മലയാളിക്കും അഭിമാനാർഹമായ ഒരു കാര്യമാണ്. ഈ 2013 ഈ സീപ്ലെയിൻ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ചില സമരങ്ങളൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുണ്ടെങ്കിൽ തന്നെയും ഈ സീപ്ലെയിൻ വീണ്ടും ഇവിടെ റീലോഞ്ച് ചെയ്യുന്ന സമയത്ത് CPIയുടെ ഭാഗത്തു നിന്ന് ശക്തമായ എതിർപ്പ് ഉയർന്നു വരികയാണ്. അതായത് കായൽ നശിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. കരയേക്കാൾ കൂടുതൽ കായലുള്ള ഒരു നാടാണ് നമ്മുടേതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ സീപ്ലെയിൻ വന്ന് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈ കായലിൽ എത്രത്തോളം സ്ഥലം ആവശ്യമായിട്ട് വരും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു സാഹചര്യം നിലനിൽക്കെ ഈ CPI ഈ ഒരു പിന്നോക്ക സമരവുമായിട്ട് വരുമ്പോൾ, പിന്നോക്കം വെച്ചാൽ ഈ നാടിനെ പിന്നോട്ട് വലിക്കുന്ന ഒരു സമരവുമായിട്ടൊക്കെ രംഗത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിഷ്കൃത സമൂഹത്തിന് അല്ലെങ്കിൽ ആധുനിക കേരളത്തിന് യോജിച്ചതല്ല എന്ന് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ കൂട്ടി എടുത്തു പറയേണ്ട ഒരു വസ്തുത, CPI പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനത്തെ നിലപാട് സ്വീകരിച്ചാൽ അത് പുതിയ കേരളത്തിന് അല്ലെങ്കിൽ നവ കേരളത്തിന് ഇങ്ങനെയുള്ള പാർട്ടികളും ആവശ്യമില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ സീപ്ലെയിൻ ടൂറിസം എന്ന് പറയുന്നത് ഭാവിയിലേക്ക് ഒരുപാട് വിനോദസഞ്ചാരികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വലിയ കാഴ്ചപ്പാടുകളുള്ള ഒരു മന്ത്രി കൂടിയാണ് മുഹമ്മദ് റിയാസ് എന്നുള്ളത്. കാരണം ഒരുപാട് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും ഒക്കെ മുഹമ്മദ് റിയാസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്താ ആത്മാർത്ഥത, അത് എടുത്തു പറയാതെ നമ്മൾ പോയിക്കൂടാ. കാരണം രാഷ്ട്രീയപരമായിട്ട് നമുക്ക് അദ്ദേഹത്തെ ഏത് തരത്തിൽ വേണമെങ്കിലും വിമർശിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ CPI എതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തോട് ചെയ്യുന്ന ദ്രോഹമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നമ്മളിപ്പം കേരളം വലിയ രീതിയിൽ ടൂറിസം രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നടത്തുന്നു, അല്ലെങ്കിൽ കുതിച്ചുചാട്ടാൻ ഒരുങ്ങുന്നു എന്നൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ഇപ്പം ടൂറിസം രംഗത്ത് വലിയ സാധ്യതകളുള്ള സ്ഥലമാണ് നമ്മുടെ കേരളം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ടൂറിസം രംഗത്ത് വലിയ മാതൃകകളും കേരളം സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ സാധ്യതകൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനവും സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമ്മളേറെ വേദനിപ്പിക്കുന്നൊരു സംഭവം തന്നെയാണ്. കാരണം സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലുള്ള ചില യാത്രികർ അദ്ദേഹത്തിൻ്റെ പല യാത്രാ വിവരണങ്ങളിലും പറയുന്നുണ്ട്, കേരളം പോലെ ഇത്രയും വിഭവസമൃദ്ധമായ ഒരു സംസ്ഥാനം ലോകത്തിൽ തന്നെ വിരളമാണ് എന്നുള്ളതാണ്. പല രാജ്യങ്ങളും വളരെ കൃത്രിമമായി പല കാഴ്ചകളൊക്കെ സൃഷ്ടിച്ചിട്ടാണ് അവിടെ സഞ്ചാരികളെ ആകർഷിക്കുന്നത്. നമുക്ക് ഇവിടെ പ്രകൃതിദത്തമായ നിരവധി വിഭവങ്ങൾ ഉണ്ടായിട്ട് പോലും അതൊന്നും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ അത് ചൂഷണം ചെയ്യുന്നതിനോ വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്നില്ല. അല്ലെങ്കിൽ നമുക്കറിയാം, ഏറ്റവും അടുത്ത് കടലും അതുപോലെ തന്നെ കായലും അതുപോലെ തന്നെ വലിയ കുന്നുകളും മലയും മലമ്പ്രദേശവും കാടും ഒക്കെ വളരെ ചെറിയ സ്ഥലത്ത് ഉള്ള ഒരു പ്രദേശം കൂടിയാണ് കേരളം. ഇപ്പം മറ്റു പല സ്ഥലങ്ങളിലും മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഡിസ്റ്റൻസിലാണ്. പക്ഷെ നമുക്കറിയാം, ഈ 3-4 മണിക്കൂർ കൊണ്ട് മൂന്നാറിൽ നിന്ന് സഞ്ചരിച്ചാൽ, നമുക്ക് റോഡ് മാർഗ്ഗം സഞ്ചരിച്ചാൽ പോലും കൊച്ചിയിലെത്താൻ പറ്റും, അത് തന്നെ ആലപ്പുഴയിലെത്താൻ പറ്റും. അത് ആലപ്പുഴയിലെ ഈ വിഭവസമൃദ്ധമായ കായലും മറ്റും വലിയ രീതിയിൽ ടൂറിസം രംഗത്ത് മാതൃകകളാക്കിക്കൊണ്ട് നേരത്തെ തന്നെ നമുക്കറിയാം വഞ്ചി വീടുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വലിയ രീതിയിൽ. പക്ഷേ ആധുനിക ലോകത്ത് നമുക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ ടൈമില്ല. അതുകൊണ്ട് തന്നെ ഫ്ലൈ ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കൊച്ചിയെ തൊട്ടിട്ട് ഈ ഹിൽ പ്രദേശം വരെയുള്ള സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ആളുകൾ കണ്ടു തീർക്കാം. വേണമെങ്കിൽ 1 ഡേ വിസിറ്റൊക്കെ വന്ന് ഈ സ്ഥലങ്ങൾ മൊത്തം കണ്ട് തീർക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് പ്ലാൻ ചെയ്ത പ്രകാരമാണെങ്കിൽ കൊച്ചിയിൽ നിന്നും അതുപോലെ തന്നെ കാസർഗോഡും അതുപോലെ തന്നെ നമുക്ക് തിരുവനന്തപുരത്തും ഈ പറയുന്ന ആലപ്പുഴയിലും ഈ മാട്ടുപ്പെട്ടിയിലും ഇടുക്കിയിലും ഒക്കെ കറങ്ങിത്തിരിഞ്ഞ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരു ടൂറിസ്റ്റിന് കേരളം മൊത്തം കണ്ട് തീർത്ത് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ സീപ്ലെയിൻ എന്ന് പറയുന്നത്. ഇത്
ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വലിയ രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ CPIയും CPMും തന്നെയായിരുന്നു തൊഴിലാളി യൂണിയനെ ഇറക്കിക്കൊണ്ട് മത്സ്യത്തൊഴിലാളികളായ CITU അതുപോലെ തന്നെ AITC വിഭാഗങ്ങളെ ഇറക്കിക്കൊണ്ട് വലിയ രീതിയിൽ സമരങ്ങൾ ഉണ്ടാക്കുകയും ഇത് വലിയ രീതിയിൽ മത്സ്യസമ്പത്തിനെ തകർക്കുമെന്നും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങളെ ഇത് ബാധിക്കുമെന്നും കേരളത്തെ പിന്നോട്ടടിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഇപ്പം നമുക്ക് നോക്കൂ, 2013 തന്നെ ഈ പദ്ധതി നടപ്പിലായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിന്റെ ടൂറിസം രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടായേനെ. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അത് പോട്ടെ. അപ്പം ഇപ്പം അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചു, അത് നടപ്പിലാവുന്നു, അത് വലിയ മാതൃകാപരമായ രീതിയിൽ തന്നെ അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇപ്പോഴും CPI കടുംപിടുത്തത്തിൽ നിൽക്കുകയാണ്. ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാവാതെ വലിയ സംവിധാനങ്ങളൊന്നും ഉണ്ടാക്കാതെ എങ്ങനെയാണ് കേരളം മുന്നോട്ട് പോകുക എന്നതിനെ കുറിച്ചിട്ട് CPI ഒരു പുനർവിചിന്തനം നടത്തേണ്ട സമയമാണിത്. പുനർചിന്തനം നടത്തിയില്ലെങ്കിൽ നമ്മളെ നാട് പിന്നെയും പുറകോട്ട് പോകും എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പം വേറൊരു വിഷയം ഇപ്പോൾ ഉള്ളത്, ഇപ്പം മാട്ടുപ്പെട്ടിയിൽ ഇത് ലാൻഡിംഗ് പ്രദേശത്ത് ഈ ആവാസ വ്യവസ്ഥയെ അത് തകർക്കുമെന്നും അത് ആനകളുടെ വെള്ളം കുടിക്കുന്ന സ്ഥലമാണെന്നും അത് ആനകളെ വലിയ രീതിയിൽ ബാധിക്കുമെന്നും മറ്റ് വന്യമൃഗങ്ങളെ അത് ബാധിക്കുമെന്നും ഇത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഈ സംഘർഷങ്ങൾ കൂടുമെന്നും പറഞ്ഞുകൊണ്ട് ഈ വനം വകുപ്പ് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. ഇതിലൊരു കൃത്യമായൊരു സ്റ്റഡി എന്തുകൊണ്ട് നേരത്തെ നടത്തിയില്ല എന്ന് നമ്മളെ സംശയിപ്പിക്കുന്നുണ്ട്. ഈ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ യഥാർത്ഥത്തിൽ ഇത്തരം പദ്ധതികളെ വലിയ രീതിയിൽ ബാധിക്കുന്നു. ഇപ്പം നമുക്കറിയാം, ടൂറിസം ഡിപ്പാർട്ട്മെന്റും പൊതുമരാമത്ത് വകുപ്പ് ഒരാളുടെ കയ്യിലായതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് ഒരു മിനിസ്റ്റർക്ക് കഴിയും. പക്ഷേ വനം വകുപ്പ് വനം വകുപ്പ് വന്യജീവി സംരക്ഷണം മറ്റൊരു വകുപ്പ് മന്ത്രിയുടെ കയ്യിലായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ പദ്ധതികൾ നടപ്പിലാക്കുന്ന സമയത്ത് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ തയ്യാറാവണം. അത്തരത്തിൽ കുറ്റമറ്റ രീതിയിലുള്ള ഒരു പദ്ധതി ആയിരിക്കണം. അപ്പോൾ പൂർണ്ണമായും പ്രകൃതിയെ ഒന്നും നോവിക്കാത്തൊന്നും നമുക്കൊരു പദ്ധതി നടപ്പിലാക്കാൻ പറ്റില്ല. നമുക്കറിയാം, ഇപ്പം റോഡ് ഉണ്ടാക്കണമെങ്കിൽ മെറ്റൽ വേണം, മെറ്റൽ വേണമെങ്കിൽ നമ്മൾ പാറ ഇടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ പാറ പൊട്ടിക്കുന്നതിന് ഞങ്ങൾ എതിരാണ്, പക്ഷേ ഞങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളിലും റോഡ് വേണമെന്ന് അത് നടക്കില്ല. റെയിൽവേ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് നിരവധി പാറകളും അതുപോലെ തന്നെ കുന്നുകളും ഒക്കെ ഇടിച്ചാണ് റെയിൽവേ ഈ ഉണ്ടാക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളൊന്നും നടത്താൻ നമുക്ക് ഈ പ്രകൃതിയെ തീർത്തും ഉപയോഗപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികസന പ്രവർത്തനം നടത്താൻ പറ്റില്ല. ഇപ്പം നമ്മൾ കാസർഗോഡ് വെച്ച് തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടിട്ട് എന്തോരം തരത്തിലെ കുന്നുകൾ ഇടിക്കപ്പെട്ടു, എത്രമാത്രം മെറ്റലുകൾ പാറകൾ ഇടിക്കപ്പെട്ടു എന്നൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റില്ല, നടന്നതിന് പോണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ വികസന പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ ടൂറിസം രംഗത്തൊക്കെ വലിയ കുതിച്ചുചാട്ടവും ഉണ്ടായെങ്കിൽ മാത്രമേ ആധുനിക ലോകത്ത് നമുക്ക് കേരളത്തിൽ പിടിച്ചേക്കാൻ പറ്റുന്നുള്ള ഒരു ബോധം ഇത്തരം തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് വേണം. കേവലം മനുഷ്യന്റെ മാത്രം ചില ആവശ്യങ്ങൾ മാത്രം നിർവഹിച്ചുകൊണ്ട് നമുക്ക് പുരോഗതിയിലേക്ക് പോകാൻ പറ്റില്ല. നമ്മൾ കേരളത്തെ സ്വിറ്റ്സർലാൻഡ് ആക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, സ്വിറ്റ്സർലാൻഡിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകണം. ഒപ്പം തന്നെ നമ്മുടെ മനുഷ്യ വിഭവശേഷി വർദ്ധിക്കേണ്ടതുണ്ട്, മനുഷ്യന്റെ ചിന്തകൾ മാറേണ്ടതുണ്ട്. അതുകൊണ്ട് പുരോഗമനപരമായ ഒരു പ്രക്രിയയിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള മുടന്ത ന്യായങ്ങൾ വെച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കവും ഉണ്ടാകുന്നത് ആധുനിക കേരളത്തിന് ഭൂഷണമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ മത്സ്യത്തൊഴിലാളികളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അല്ലേ? ഒരു സമരത്തിന് തൊഴിലാളികൾ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അവർ തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴാണ് അവർ സമരവുമായിട്ട് രംഗത്ത് വരുന്നത്. ഈ സീപ്ലെയിൻ വരുന്നത് കൊണ്ട് ഇതിനകത്ത് വേറെ യാതൊരു തരത്തിലും ഇവരുടെ ഉപജീവന മാർഗത്തിന് തടസ്സം സൃഷ്ടിക്കപ്പെടുകയില്ല. ഇതൊക്കെ DPR എന്ന ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അവിടെ ഉണ്ടാകുന്ന പാരിസ്ഥിതികമായ ആഘാതത്തെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു പഠനം നടത്താതെയൊന്നും ഈ സീപ്ലെയിൻ പ്രൊജക്ട് ലോഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇതൊക്കെ നടത്തിയതിന് ശേഷം തന്നെ ആയിരിക്കും സർക്കാർ ഈ പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ടാവുക. കായലിൽ മൊത്തം ഈ സീപ്ലെയിൻ ഓടുകയല്ലല്ലോ ചെയ്യുന്നത്. അപ്പൊ ഈ 2013 ഈ പ്രൊജക്റ്റുമായി വന്നപ്പോൾ ഇവിടെ പന്നിൻ രവീന്ദ്രനെ പോലെയുള്ള നേതാക്കന്മാർ പറഞ്ഞത് എന്താണ്? ഒരു കായൽ മൊത്തം മലിനവാസമാക്കുന്നു, ഓയിൽ പകരുന്നു, അതോടുകൂടി മത്സ്യസമ്പത്ത് പൂർണ്ണമായും തകരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഈ ഓയിൽ കലരുകയോ ഒന്നും ചെയ്യുന്ന സംവിധാനങ്ങളല്ല ഇത് എന്നുള്ളത് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുന്നതല്ലായിരിക്കും. ഈ വനം വകുപ്പ് ഇപ്പോഴൊരു സാറ് പറഞ്ഞ മറ്റേ ഇതിനെ എതിർപ്പറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആനകളുടെ ഈ ആവാസ വ്യവസ്ഥയെ തകർക്കും. പക്ഷെ ഇത് ഞാൻ പറയട്ടെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഈ മന്ത്രി ശശീന്ദ്രൻ ഒരുപാട് പ്രാവശ്യമൊക്കെ വിദേശ യാത്രകൾ നടത്താറുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് സിംഗപ്പൂരൊക്കെ പോയിട്ട് അവിടെയുള്ള വലിയ വലിയ പാർക്കുകളും വനങ്ങളും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ആനകൾ എന്തുകൊണ്ട് പുറത്തേക്ക് വരുന്നില്ല എന്ന് കൃത്യമായിട്ട് പഠിക്കണം. ആനകൾക്ക് വേണ്ടത്ര ഭക്ഷണം, വെള്ളം
ഇത് വനത്തിനകത്ത് തന്നെ ലഭ്യമാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ഒരു പ്രശ്നം വരത്തില്ല, ആരും പുറത്തേക്ക് വരത്തില്ല. ഇപ്പം നമ്മളുടെ കാടുകൾക്ക് ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ സംസ്ഥാനത്തെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും ഒരു ധാരണയുമില്ല. അവിടെ ജീവിക്കുന്ന വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണത്തിൻ്റെ ലഭ്യത അവിടെ ഉണ്ടോ എന്ന് വെച്ചാൽ ഇതിപ്പോൾ കൊന്നു തിന്നുക തന്നെയാണ് അതിനകത്ത് നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു മൃഗം മറ്റൊരു മൃഗത്തെ വേട്ടയാടി തന്നെ ഭക്ഷിക്കുന്ന രീതിയാണ് അവിടെ ഉള്ളത്. ആനയെ സംബന്ധിച്ചിട്ട് ആനയുടേതായിട്ടുള്ളൊരു ഭക്ഷണക്രമമുണ്ട്, അത് വെജിറ്റേറിയൻ ആണ്, അത് പിന്നെ കുടിവെള്ളം വേണം. ഇതൊക്കെ അവിടെ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് അവിടെ ചെയ്തു കൊടുക്കേണ്ടത്. പക്ഷെ ആനയെ സംബന്ധിച്ചിട്ട് ദാഹിക്കുന്ന സമയത്ത് ആന പുറത്തേക്ക് വരും, ഭക്ഷണം ഇല്ലാതെ വരുമ്പോഴത്തേക്ക് പുലി തൊട്ടടുത്ത വീടുകളിലേക്ക് വരും. പക്ഷെ ഇതിനൊക്കെ ഒരു കാര്യപ്രദമായിട്ടുള്ള രീതിയിൽ, ശാസ്ത്രീയമായ രീതിയിൽ വനങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാരിന് സാധിക്കാതെ വരുന്നിടത്താണ് ഈ വന്യമൃഗങ്ങളുടെ ഉപദ്രവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രംഗത്തേക്ക് വരുന്നത്. നമ്മളുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ശാസ്ത്ര സാങ്കേതിക യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ടല്ലോ ഇന്ത്യയിൽ, കേരളത്തിലും ഉണ്ട്. ഈ യൂണിവേഴ്സിറ്റികളൊക്കെ പുതിയ പഠനങ്ങൾ നടത്തണമെന്നേ. കാരണം ഈ വനം എങ്ങനെ ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് അല്ലെങ്കിൽ വന്യജീവികൾ ഈ വനത്തിനുള്ളിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നും അതിനെ അവിടെ തന്നെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു പഠനം എന്തുകൊണ്ട് നടത്തുന്നില്ല സർക്കാർ, അല്ലെങ്കിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളെ എന്തുകൊണ്ട് ഇവർ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും നോക്കാതെ ഈ ഒരു വനം വകുപ്പ്, ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ കേരളത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ പറയുന്നുണ്ടല്ലോ, കുറച്ചുകൂടി വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ആളുകൾ ഈ ഫോറസ്റ്റ് വകുപ്പിലൊക്കെ വരേണ്ടതുണ്ട്. കാരണം മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിട്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇതുപോലെയുള്ള പുതിയ വികസന കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ലോകം കണ്ടിട്ടുണ്ട്. അദ്ദേഹം വിദേശ യാത്രകളൊക്കെ നടത്തുന്ന സമയത്ത് ഇവിടുത്തെ പത്രമാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തെ പരിഹസിക്കാറുണ്ടെങ്കിലും അദ്ദേഹം പല വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ ടൂറിസം മേഖലയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അതൊക്കെ ഇവിടെ കൊണ്ടുപോയി നടപ്പിലാക്കാനായിട്ടൊക്കെയുള്ള വലിയ ആഗ്രഹം മനസ്സിൽ പേറിക്കൊണ്ട് നടക്കുന്ന ഒരു മിനിസ്റ്ററാണ് മുഹമ്മദ് റിയാസ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ അങ്ങനെയുള്ള ഒരാളുടെ പ്രവർത്തനങ്ങൾ ഈ സംസ്ഥാനത്ത് ഉണ്ടാകുമ്പോൾ, അതായത് പ്രതിപക്ഷം പോലും എതിർക്കാത്ത ഒരു പദ്ധതിയെ ഭരണപക്ഷത്ത് പെട്ടിട്ടുള്ള ഒരു CPI പോലുള്ള രാഷ്ട്രീയ പാർട്ടി എതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ പിന്നെ കേരളത്തിൽ പ്രവർത്തിക്കാതിരിക്കുന്നതായിരിക്കും ഉചിതം എന്നെനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് CPIന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരം വിഷയങ്ങളിൽ നേരത്തെ എന്താണോ നിലപാടെടുത്തത് ആ നിലപാട് ഇപ്പോഴും തുടരുന്നു എന്നും ഞങ്ങൾക്ക് വലിയ രാഷ്ട്രീയ നിലപാടുള്ള ഒരു സംഘടനയാണ് എന്നും അതുകൊണ്ട് ഞങ്ങളെ ജനങ്ങൾ ഒരു നിലപാടുള്ള രാഷ്ട്രീയ പാർട്ടിയായി പ്രഖ്യാപിക്കണം എന്നൊക്കെയുള്ള ചില മുടന്തൻ ന്യായങ്ങൾ നിരത്തുക മാത്രമാണ്, അല്ലെങ്കിൽ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി, സംഘടനയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരുന്നത്. ഇത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും എന്ന് മാത്രമാണ് എനിക്ക് ചുരുക്കം. നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, അതായത് ഞാൻ ഒരു റോഡിൻ്റെ നടുക്ക് നിൽക്കുന്നു, ഓക്കെ, റോഡിൻ്റെ നടുക്ക് നിൽക്കുന്ന സമയത്ത് ഒരു പക്ഷേ എതിർവശത്തു നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ടാവത്തില്ല. പക്ഷേ എതിർവശത്തുനിന്ന് വാഹനങ്ങൾ വന്നു തുടങ്ങിയാൽ ഞാൻ ആ റോഡിൻ്റെ നടുവിൽ നിന്ന് മാറിക്കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ ഇതെൻ്റെ നിലപാടാണ്, ഞാൻ റോഡിൻ്റെ നടുക്കേ നിൽക്കൂ, ഇതെൻ്റെ നിലപാടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന വണ്ടി ഇടിച്ച് ഞാൻ ചാവും, അല്ലേ? അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഓരോ ദിവസവുമാണ് ഓരോ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അല്ലാതെ ഇത് ഞങ്ങളുടെ നിലപാടാണ്, ഇത് ഞങ്ങൾ നേരത്തെ 2013 എടുത്തത് ഞങ്ങളുടെ നിലപാട്, അത് ഞങ്ങൾക്ക് 2024 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കമ്പ്യൂട്ടർ വരുന്ന സമയത്തും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. ഇവിടുത്തെ നിരവധി ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്നും ഇവിടെ ഭയങ്കര പ്രശ്നത്തിലേക്കാണ് പോകാൻ പോകുന്നതെന്നൊക്കെ ഈ നാട്ടിലെ ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഒരുപാട് സമരങ്ങളിലേക്കൊക്കെ ഇവർ തള്ളിവിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സീപ്ലെയിൻ പോലെയുള്ള കേരളത്തിന് അഭിമാനമായി മാറാൻ പോകുന്ന പദ്ധതികളെയൊക്കെ CPI എതിർത്ത് കഴിഞ്ഞാൽ CPI കേരളത്തിൽ ഒറ്റപ്പെടും എന്ന് തന്നെ പറയാം നമുക്ക്. ഏതൊക്കെയായാലും സീപ്ലെയിൻ എന്ന പദ്ധതി കേരളത്തിൻ്റെ അഭിമാനമാണ്. അത് തടസ്സപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അത് എതിർക്കുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.